ഹായ്, നമ്മളെ കൂടെ അരികിൽ ഒരാൾ റോയ് സിനിമകളുടെ ഒക്കെ ഡയറക്ടർ ആയിട്ടുള്ള സുനിൽ ഇബ്രാഹിം ചേട്ടനുണ്ട്. ഇത് ഇപ്പൊ എത്രാമത്തെ IFFK ആണ്? എത്രാമത്തെ IFFK എന്ന് എണ്ണയില്ല. ഞാൻ പണ്ട് ജേർണലിസം പഠിക്കുന്ന സമയത്ത് 2004 ആദ്യം IFFK ആണ്. നമ്മുടെ പ്രോജക്റ്റിന്റെ ഭാഗമായിരുന്നു. ഒരു 10 സിനിമ കൊണ്ട് റിവ്യൂ എഴുതണം എന്നുള്ളൊരു പ്രോജക്റ്റ് ഉണ്ട്. അങ്ങനെ കണ്ടു തുടങ്ങിയതാ. എനിക്ക് തോന്നുന്നു ആ കണ്ടു തുടങ്ങിയതാണ് ഞാൻ ഒരു ഫിലിം ഡയറക്ടർ ആവാൻ തന്നെ കാരണം. IFFK എന്റെ ഫിലിം ജേർണിയിൽ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തു. ലാസ്റ്റ് മൂവിയെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? റോയ് റിലീസായിട്ട് 2022 എൻ്റെ ഒരു ഫിലിം റിലീസ് ആവാനുണ്ട്. തേർഡ് മർഡർ എന്ന സിനിമയുടെ പേര്. ഈ IFFK ആയതുകൊണ്ട് സിനിമ പ്രൊമോഷൻ ആക്കണ്ട. ഞാൻ IFFKയുടെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ അന്ന് 2004 നമ്മൾ കാണുമ്പോൾ ഒരു സിനിമയുടെ കഥ എങ്ങനെയൊക്കെ പറയാം, എന്തൊക്കെ പറയാം, ഏതൊക്കെ രീതിയിലൊരു സ്റ്റോറി നറേറ്റ് ചെയ്യാം, എന്തൊക്കെ ടെക്നോളജി കൊണ്ടുവരാം എന്നുള്ളത് ലോകത്ത് പല ഭാഗത്തെയും സിനിമകളാണല്ലോ നമ്മൾ കാണുന്നത്. അന്ന് തിയേറ്ററിങ്ങനെ ഒഴിഞ്ഞു കിടക്കും. നമ്മൾ സ്റ്റുഡൻസും ഇത് ഇഷ്ടപ്പെടുന്ന കുറേ കൾട്ട് ആൾക്കാർ മാത്രമേ വരുള്ളൂ. അന്ന് ഞാൻ വിഷമിച്ചിട്ടുണ്ട് തിയേറ്ററിൽ ഇരുന്നിട്ട്, ഇതെന്താണ് ഇത്രയും നല്ല സിനിമകൾ ആൾക്കാർ വന്ന് കാണാത്തതെന്ന്. ഇപ്പോൾ നമ്മൾ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് കിട്ടുന്നില്ല. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ട് തുറക്കുമ്പോൾ തന്നെ എല്ലാം ബുക്ക്ഡാണ്. അപ്പോൾ ആ രീതിയിൽ ഇതൊരു ആഘോഷമാവുകയും ഒരുപാട് ആൾക്കാരത് കാണുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളെക്കുറിച്ച് പുതിയ ജനറേഷൻ ചർച്ച ചെയ്യണേ കാണുമ്പോൾ ഈ ഗ്രോത്ത് മുഴുവൻ ട്രാവൽ ചെയ്ത് വന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എൻ്റെ സിനിമകൾ ഇപ്പോൾ റോയ് ആയാലും അരികിലൊരാളായാലും ചാപ്റ്റേഴ്സ് ആയാലും ഇനി വരാൻ പോണ തേർഡ് മർഡർ ആയാലും എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രസൻറ്റേഷനിൽ ഓഫ് കോഴ്സ് ഞാൻ കാണുന്ന സിനിമകളുടെ ഇൻഫ്ലുവൻസസ് ഉണ്ട്. അപ്പോൾ IFFK എൻ്റെ എഴുത്തിനെയും ഡയറക്ഷനെയും പ്രസൻറ്റേഷനെയും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ പഴയ പോലെ സമയം കിട്ടുന്നില്ല, ടിക്കറ്റും കിട്ടുന്നില്ല കാണാൻ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.